അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജിന്റെ മാസങ്ങൾ അറിയപ്പെട്ട വലിയ മഹത്വമുള്ള മാസങ്ങളാണ്. മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഈ 3 മാസത്തെ കുറിച്ചാണ്. അല്ലെങ്കിൽ 2 മാസവും ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അശ്ഹുറും മഅലൂമാത്ത് എന്ന ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ ശൈഖുന ഉസ്താദ് അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായി എല്ലാ വർഷവും ഹജ്ജ് മാസത്തിൽ കഅബയിൽ ഹജ്ജ് കർമ്മം നടക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കാരണത്താലല്ലാതെ മുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്തുള്ള ആളുകളൊക്കെ കുറ്റക്കാരാകും, ഫർദ് കിഫയാണ്. അപ്പൊ ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾക്ക് ഈ വർഷത്തെ ഹജ്ജിന് തുടക്കം കുറിക്കാൻ പറ്റിയ മാസമാണ് ശവ്വാൽ മാസം. ഒന്നുകൂടി പറഞ്ഞാൽ ഹജ്ജ് കർമ്മങ്ങളിലെ പ്രധാന കർമ്മമായ ആദ്യ കർമ്മമായ ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. നബീത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് നിയ്യത്ത് മനസ്സിൽ കരുതുക. ഇത് റമദാൻ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഒരാൾക്ക് കരുതാവുന്നതാണ്, ഹജ്ജിന് ഇഹ്റാം ചെയ്യാവുന്നതാണ്. ഇതിനു മുമ്പ് റമദാൻ മാസത്തിലോ അല്ലെങ്കിൽ തൊട്ടുമുമ്പത്തെ മാസത്തിലോ ഇഹ്റാം ചെയ്താൽ അത് സ്വഹീഹല്ല. പക്ഷെ നേരത്തെ ഇഹ്റാം ചെയ്താൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. തൊട്ടടുത്ത കർമ്മമായ അറഫയിൽ നിൽക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹജ്ജ് മാസത്തിലെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ ഇഹ്റാം ചെയ്താൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ഒരാൾക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. വളരെ സൂക്ഷ്മതയുള്ള വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ ശവ്വാൽ മാസത്തിൽ തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ട് മുഹ്രിമായി ഹജ്ജ് മാസത്തിന്റെ അവസാന മാസമായ അവസാന ദിവസങ്ങൾ വരെ അവനിക്ക് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും. അതിന് അല്ലാഹു അനുവദിച്ച തുടക്ക മാസമാണ് ശവ്വാൽ മാസം. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന കർമ്മമാണല്ലോ നിക്കാഹിനെ പറ്റിയ മാസമാണ് ശവ്വാൽ മാസം. സയ്യിദത്ത് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നു, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശവ്വാൽ വദഖല ഫീഹി വഅയ്യു നിസാഇഹി അഹ്ളാ ഇൻദഹു മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സമയത്ത് തന്നെ തന്റെ ജീവിതത്തിൽ 11 ഭാര്യമാരുണ്ടായിട്ടുണ്ട്. വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ട്. ഐഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും റംദാ ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർദിയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഭാര്യമാരുടെ പേരാണ് പറഞ്ഞത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് ശവ്വാലിലാണ്, വീട്ടിൽ കൂടിയതും ശവ്വാലിലാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു വഅയ്യു നിസാഇഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ കൂട്ടത്തിൽ നിന്ന് മുത്തുനബിയെ കൂടുതൽ മുതലെടുക്കാനും മുത്തുനബിയുടെ മനസ്സിൽ കൂടുതൽ സ്ഥലം പിടിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായി പറഞ്ഞത് ശവ്വാലിലാണ് ഞങ്ങൾ തമ്മിലുള്ള നിക്കാഹ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ശവ്വാലിന് തൊട്ടു മുമ്പുള്ള ശഅബാനിലോ റമദാനിലോ റജബിലൊക്കെ നിക്കാഹ് ആഗ്രഹിക്കുന്നു, കല്യാണം ഉറച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാൽ നമ്മളൊക്കെ പറയുന്ന പെണ്ണിന്റെ പഠനം കഴിയട്ടെ അല്ലെ മഴക്കാലം കഴിയട്ടെ എന്ന് പറഞ്ഞു നിക്കാഹ് വെക്കാറുണ്ട്. ഇതുപോലെ റജബിലും ശഅബാനിലും ഒക്കെ ഉറപ്പിച്ച കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ അത് ശവ്വാലിലേക്ക് നീട്ടിവെക്കൽ പ്രത്യേകം പുണ്യമുണ്ട്. കാരണം ശവ്വാലിലുള്ള നിക്കാഹ് ആ കുടുംബത്തിന് വലിയ മഹത്വമുണ്ട്, ഐക്യമുണ്ട് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല
ഈ മാസത്തിലാണ് നേരത്തെ ഉസ്താദുകൾ ഓർമ്മപ്പെടുത്തി ഇന്ന് നാം ഈ സദസ്സിൽ അനുസ്മരിക്കേണ്ട മഹാനായ മുഹമ്മദ് ബിൻ അബീ ബക്കർ വലിയുള്ളാഹ് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആയിരങ്ങൾക്ക് നിർവഴി നൽകിയ ഈ അടുത്ത കാലത്ത് ജീവിച്ച അനവധി നിരവധി കറാമത്തുകൾ കാണിച്ച മഹാനായ സി.എം. വലിയുള്ളാഹ് അവരുടെ ആണ്ട് നടക്കുന്ന സമയമാണ് ഈ സമയം. അവരുടെ ജീവിതകാലത്ത് ജനങ്ങളിലായി ജീവിച്ചു, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. തന്റെ ജീവിതമൊക്കെയും പൊരുത്തപ്പെട്ട രൂപത്തിൽ മാത്രമാക്കി കുറ്റമറ്റ രൂപത്തിൽ ജീവിതം നയിച്ച് ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചു ആയിരങ്ങൾക്ക് നിർവഴി കാണിച്ചു കൊടുത്ത മഹാനായ സി.എം. വലിയുള്ളാഹ് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. അനവധി നിരവധി ആളുകൾ തന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതം കണ്ടുപഠിച്ച് മനസ്സിലാക്കിയ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പരിസരത്തെ മലബാറിലും തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ആണ്ട് നടക്കാറുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചു അവരുടെ പേരിൽ അനവധി നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവരുടെ പേരിൽ വലിയ സദസ്സുകൾ ഉണ്ടാക്കി പലരും ഒരുമിച്ച് കൂടാറുണ്ട്. വഫാത്തിന് ശേഷം അവരുടെ ഒറ്റ കാരണത്താൽ വലിയ സദസ്സുകൾ നടക്കാറുണ്ട്. ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. നിരവധി ആളുകൾ ജീവിതത്തിൽ അവരെ കണ്ട് മനസ്സിലാക്കി അനവധി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുകയും പരിഹാരം ലഭിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ മുൻഗാമികളും ഈ അടുത്ത കാലത്ത് ജീവിച്ച പലരും നമ്മോട് അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെയാണ് നിരവധി ദറസുകൾ തഅലീമീങ്ങൾ പഠിക്കുന്ന അനവധി സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ മജ്ലിസുകൾ അവിടുത്തെ പേരിൽ നടത്താറുണ്ട്. അങ്ങനത്തെ മഹാന്മാരുടെ ആണ്ടുകൾ വരുമ്പോൾ അവരെ അനുസ്മരിച്ചാൽ നമ്മുടെ ദോഷം പൊറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ശവ്വാൽ മാസത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥലം പിടിച്ച ഒരു വലിയ സമരം അരങ്ങേറിയത്. ബദർ യുദ്ധത്തിന് ശേഷം ബദർ യുദ്ധത്തിൽ ശത്രുക്കൾക്ക് ഏറ്റതായിരിക്കുന്ന പരാജയം പല പ്രമുഖരും കൊല്ലപ്പെട്ടു. പലരുടെയും പിതാക്കൾ മരണപ്പെട്ടു, പലരുടെയും മക്കൾ മരണപ്പെട്ടു. അബൂജഹൽ അടക്കമുള്ള വലിയ നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടു. ഇതിനൊരു പ്രതികാരമെന്നോണം മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന് മുസ്ലിങ്ങളോട് പ്രതികാരം തീർക്കേണ്ടതുണ്ട്. ഇതിന് മറുപടി ചോദിക്കേണ്ടതുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്നതിലേക്ക് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയ യോഗം നടക്കുകയും മുസ്ലിമീങ്ങൾക്കെതിരിൽ മുസ്ലിമീങ്ങളെ ഈ ലോകത്തിൽ തുടച്ചു മാറ്റപ്പെടാൻ വേണ്ടി ഇസ്ലാം എന്ന പ്രത്യായ ശാസ്ത്രത്തെ ഈ ലോകത്തിൽ എടുത്തു മാറ്റപ്പെടാൻ വേണ്ടി വലിയൊരു സമരം തന്നെ അവർ അതിന് തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു. മാത്രമല്ല ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രതിഫലം ഓഫർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പലർക്കും അതിൽ പങ്കെടുത്തതിന്റെ പേരിൽ വലിയ വിഷമമുണ്ടായി. ഇനിയൊരു സമരം വന്നാൽ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ഇതുപോലെ ഇനിയൊരു സമരം വന്നാൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പടപൊരുതാമെന്ന് തീരുമാനിച്ച പല സ്വഹാബികളും വന്നുണ്ടായിരുന്നു. അങ്ങനെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് ഒരു സമരം വന്നാൽ അത് ദീനിന് വേണ്ടി തന്റെ സ്വന്തം ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതായ ആരോഗ്യത്തെ ചെലവഴിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നു. ശത്രുക്കളാണെങ്കിലോ മുസ്ലിങ്ങൾക്കെതിരിൽ പ്രതികാരം കിട്ടാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു. 3000-ഓളം വരുന്ന ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഉഹുദിലേക്ക് പുറപ്പെട്ടു. ഉഹുദ് മലയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഉഹുദുൻ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹുദ് മല എനിക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്, ഉഹുദ് മലക്ക് എന്നോട് ഇഷ്ടമുണ്ട്. കണ്ടങ്ങൾ ജീവനില്ലാത്ത മലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതിന്റെ നല്ല സ്വഭാവമാണ്.
ജീവനില്ലാത്ത വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഉഹുദ് മൽഖമുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവർ കയറി നിന്നപ്പോൾ ഉഹുദ് ഒന്ന് സന്തോഷത്തോടെ ഒന്ന് കുലുങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ഉഹുദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. മലയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇളകരുത്, ഉറച്ചു നിൽക്കണം. എന്റെ മുകളിൽ നബിയുണ്ട്, ഒരു സിദ്ദീഖുണ്ട്, ശേഷം വരാനിരിക്കുന്ന 2 ശുഹദാക്കൾ, 2 ഷഹീദ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് മുകളിലുള്ളത്. ഇളകരുത്. ആ സമയത്ത് സ്പോട്ടിൽ തന്നെ ഉഹുദ് മല ഇളകാതെ നിന്നു എന്നാണ് വലിയ തിരിച്ചമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ഉഹുദ് മലക്കുള്ള പ്രധാനപ്പെട്ട വലിയൊരു വിശേഷണമായി വഹുവ അലാ ബാബിൽ മിനൽ അബ്വാബിൽ ജന്നത്തി, സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ അടുത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന മലയാണ് ഉഹുദ് മല. ഈ ചില പാർക്കുകളിലേക്ക് ചെന്നാൽ ചിലപ്പോ അതിന്റെ കവാടത്തിന്റെ അടുത്ത് വലിയ പാർക്കുകൾ കാണാം, മലകൾ, കൃത്രിമമായിരിക്കുന്ന മലകൾ കാണാം, അരുവുകൾ കാണാം. ഇതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ ഉഹുദ് മലയാണ്. വലിയ സൗന്ദര്യമാണ്, ഇവിടത്തെ പോലെയാവില്ല, സൗന്ദര്യമുണ്ട്. സ്വർഗം ഇപ്പോഴും പടപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖതാൻ. അതുകൊണ്ടാണല്ലോ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ സുഖലോക സ്വർഗം സന്ദർശിച്ച സമയത്ത് വലിയ കൊട്ടാരം കണ്ടു. ആരുടേതാണെന്ന് ചോദിച്ചു. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ആ കൊട്ടാരം കണ്ടപ്പോൾ ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് മിൻ ഉമ്മത്തിക, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടേതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കവാട സ്വർഗത്തിൽ കൊട്ടാരത്തിന്റെ അടുത്തേക്കൊന്ന് ചെന്നു. ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട, എനിക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട കൊട്ടാരത്തിൽ ഒന്ന് കടക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിന്റെ അടുത്തേക്ക് ചെന്നു. ഫദക്കർതു ഗീറതക ഇബ്നുൽ ഖത്താബ്, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സുഖലോക സ്വർഗത്തിലുള്ള കവാട, സുഖലോക സ്വർഗത്തിലുള്ള കൊട്ടാരത്തിൽ ഞാനൊന്ന് കടക്കാമെന്ന് മനസ്സിലാക്കി, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സൗകര്യങ്ങളൊന്നും മനസ്സിലാക്കാമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിന്റെ അടുത്തേക്ക് ചെന്നിന്റെ വലത് കാല് വെച്ചു. ഇടത് കാല് വെക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ നിനക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട കൊട്ടാരത്തിൽ നിന്റെ ഇഷ്ടമില്ലാതെ ഞാനെങ്ങാനും കടന്നാൽ അത് നിനക്ക് പൊരുത്തമുണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട കവാടത്തിൽ കടക്കാതെ ഞാൻ തിരിച്ചു പോന്നു എന്ന് മഹാനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഫബക്കാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വഖാൽ അലൈക ഗാറു യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളെങ്ങാനും എന്റെ കൊട്ടാരത്തിൽ കടന്നാൽ, എന്റെ വീട്ടിൽ കടന്നാൽ ഞാൻ എങ്ങനെ ദൃശ്യപ്പെടാനാ, എനിക്ക് എങ്ങനെയാണ് പൊരുത്തമില്ലാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സദ്ദ നിങ്ങൾക്ക് ഇവിടെ ഒരുക്കി വെച്ച സുഖലോക സ്വർഗ്ഗം അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ അടുത്തുള്ളത് ഉഹുദ് മലയാണ്. വഅയ്റുൻ ജബലുൻ യുബ്ഗിദുനാ വ നുബ്ഗിദുഹു, മറ്റൊരു മലയുണ്ട്, അത് നരകത്തിന്റെ കവാടത്തിന്റെ അടുത്താണ്. ഈ ഉഹുദ് മലയുടെ പരിസരത്ത് 3000-ഓളം വരും ശത്രുക്കൾ വന്നുകൂടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? അവർ മദീനയിലേക്ക് വന്നാൽ അവർക്കെതിരിൽ പോരാടാമെന്നായിരുന്നു. അങ്ങോട്ട് ചെന്ന് ബദർ യുദ്ധം നടന്നതും അങ്ങനെ തന്നെയാണല്ലോ. യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല പോയത്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഉഹുദ് മലയുടെ പരിസരത്ത് വന്നതായിരുന്നു 3000-ഓളം വരുന്ന ആളുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചർച്ച ചെയ്തു. അപ്പോ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത സ്വഹാബികൾ പറഞ്ഞു, എന്താ നമ്മൾ ഇവിടേക്ക് വരുന്നത് കാത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാണ്, അവർക്കൊന്ന് സമരം ചെയ്യണം, ദീനിന് വേണ്ടി പോരാടണമെന്ന മനസ്സായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത്. അല്ല, ഇവിടേക്ക് വന്നാൽ എന്ത് ചെയ്താൽ മതി, എതിർത്താൽ മതി എന്നായിരുന്നു. മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു സലൂൽ എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്ഷത്താണ്. അവന്റെ നേതൃത്വത്തിലുള്ള അവൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്ത് ഹഖ്ഖിൻ ബിദ ബിഹൽ ബാത്തിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ കാര്യമുള്ളത്, ഇങ്ങോട്ട് വന്നാൽ സംഗതി യുദ്ധം ചെയ്താൽ മതി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി അങ്ങോട്ട് പോകണമെന്ന്. 2-3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഉഹുദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1000-ഓളം വരുന്ന ആളുകൾ, 3000-ഓളം വരുന്ന ശത്രുക്കൾക്ക് അവർക്കെതിരെ പോരാടാൻ 1000-ഓളം വരുന്ന ആളുകളാണ് പുറപ്പെട്ടു. പക്ഷെ വഴിയിൽ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ നേതൃത്വത്തിൽ 300 ആളുകൾ പിന്തിരിഞ്ഞു പോന്നിട്ടുണ്ട്. 700 ആളുകൾ മാത്രമാണുള്ളത്. മറുപക്ഷത്ത് 3000-ഓളം വരുന്ന ആളുകളുണ്ട്. പക്ഷെ എങ്കിലും യുഹദ് യുദ്ധത്തിൽ വിജയം തുടക്കത്തിൽ മുസ്ലിമീങ്ങൾക്ക് തന്നെയായിരുന്നു. അതിന് കാരണമുണ്ട്. ബദർ യുദ്ധത്തിൽ പൂർണ്ണ വിജയം മുസ്ലിമീങ്ങൾക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുയായികൾക്കുമാണ്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്ന ഹദീസിൽ കാണാം, ലഖദ് ഉതീതു ഖംസൻ ലം യുതഹുന്ന അഹദുൻ ഖബലി മിനൽ അംബിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മറ്റുള്ള 1,24,000 വരുന്ന അമ്പിയാക്കൾക്ക്, അല്ലെങ്കിൽ 2,24,000 വരുന്ന അമ്പിയാക്കൾക്ക് ഒന്നും നൽകാത്ത 5 പ്രത്യേകതകൾ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എനിക്ക് നൽകും അർറുബ മസീറത ശഹരിൻ. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ, ശത്രുക്കളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ, ഇനി അങ്ങോട്ട് എത്താൻ 1 മാസത്തെ ദൂരമുണ്ട്, ദൈർഘ്യമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1 മാസം ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ 1 മാസം സഞ്ചരിച്ചാലുള്ള ദൂരമുള്ള അത്രയും ദൂരത്ത് എത്തിയാൽ തന്നെ ശത്രുക്കളുടെ മനസ്സിൽ വലിയ പേടി, ഭയങ്കര ബേജാറ്. ഇപ്പൊ ട്രംപ് തന്നെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടു എന്നോ യാത്ര പുറപ്പെട്ടു തരുമ്പോ തന്നെ പഠിച്ചു ഇപ്പൊ എന്താ ഉണ്ടാകുക എന്നുള്ള ബേജാറ്. അങ്ങനെ ആരോ പറഞ്ഞിട്ട് ബോംബെയിൽ ഇറങ്ങിയിരുന്നു. അപ്പൊ ബേജാറ് കൂടി. കുറച്ച് കഴിഞ്ഞ് പറയാൻ അപ്പൊ ബേജാർ അവനടുത്തിങ്ങനെ ബേജാറ് കൂടി വരികയാണ്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് തീരുന്ന എത്ര 1 മാസത്തെ ദൈർഘ്യം, അത്രയും ദൂരത്ത് എത്തിയാൽ തന്നെ ശത്രുക്കളുടെ മനസ്സ് വേദനിക്കുകയാണ്, ബേജാറാവുകയാണ്. ഇതുപോലെ ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയുണ്ട്. ആ പേടി മുഖേനയാണ് ഉഹദ് യുദ്ധത്തിൽ വലിയ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി. അത് ഒരു കാരണമായിരുന്നു. ഏതായാലും യുദ്ധമൊക്കെ കഴിഞ്ഞ രൂപത്തിൽ എത്തിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ റുമാത്ത് എന്ന മലക്ക് മുകളിൽ കുറച്ച് സ്വഹാബികളെ അവിടെ നിർത്തിയിരുന്നു. അവിടുന്ന് എന്റെ സമ്മതമില്ലാതെ, എന്റെ അനുമതിയില്ലാതെ, എന്റെ അനൗൺസ് കേൾക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ഗവേഷണത്തിൽ പഴിച്ചു. അവർ മനസ്സിലാക്കിയത് വരരുതെന്ന് പറഞ്ഞ് യുദ്ധം കഴിഞ്ഞിട്ട് പോയാൽ മതി, യുദ്ധം കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. യുദ്ധമൊക്കെ വിജയം കൈവരിച്ച് യുദ്ധം കഴിഞ്ഞു എന്ന രൂപത്തിൽ എത്തിയപ്പോ കഴിഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർത്ഥം എന്തായിരിക്കും? സംഗതി കഴിഞ്ഞിട്ട് പോരാം, കഴിയുന്നതുവരെ പോരരുത് എന്നായിരിക്കുമെന്ന് കരുതി അവർ സമ്മതമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അവര് ഇങ്ങോട്ട് പോന്നതായിരുന്നു. ആ അവസരം മുതലെടുത്തുകൊണ്ടായിരുന്നു മറ്റൊരു സമരം അവിടെ നടന്നത്. അങ്ങനെയാണ് ശത്രുക്കൾക്ക് പരാജയം സംഭവിച്ചത്. പല പ്രമുഖരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയി. മഹാനായ ഹൻദല, കുറഞ്ഞ സമയം കൂടി സംസാരിച്ചു നിർത്തും. മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു, റഅയ്തു ഹൻദല തഗ്സിലുൽ മലായിക. ഹൻദല റളിയല്ലാഹു അൻഹു ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനൗൺസ് കേൾക്കുകയാണ്, ഉഹദിലേക്ക് വരണം, സമരം ചെയ്യാൻ വേണ്ടി വരണം. അത് പൂർത്തീകരിക്കാതെ മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഇറങ്ങി യുദ്ധത്തിന് വേണ്ടി, സമരത്തിന് വേണ്ടി 1 സെക്കൻഡ് പോലും കാത്തു നിൽക്കാതെ ആ യുദ്ധത്തിൽ ഷഹീദാവുകയാണ് ഉണ്ടായത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൻദല റളിയല്ലാഹു അൻഹു മലക്കുകൾ കുളിപ്പിക്കുന്നതായി കണ്ടു. മുത്തുനബി അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ഭാര്യ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ജാബിർ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ സ്വഹാബിവര്യന്മാരിൽപ്പെട്ട അബൂ ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ മകനായ ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം വിളിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ നാളെ ഉഹദ് യുദ്ധം നടക്കുകയാണ്. മാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില. നാളെ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന വ്യക്തികളിൽപ്പെട്ട ആദ്യത്തെ നമ്പർ ഞാനായിരിക്കും. എനിക്ക് കുറെ പെൺമക്കളുണ്ട്, പെങ്ങന്മാരുണ്ട്, അതേപോലെ കുറെ കടങ്ങളുണ്ട്. അതൊക്കെ നിന്നെ ഏൽപ്പിക്കാനാണ്. നാളെ ഉഹദ് യുദ്ധം നടക്കുമെന്നും ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഷഹീദാകുമെന്നും നേരത്തെ തലേ ദിവസം പ്രവചനം നടത്തുകയാണ് മഹാനായ അബൂ ജാബിർ റളിയല്ലാഹു അൻഹു. എന്തുണ്ടായി? അതേപോലെ തന്നെ ഉഹദ് യുദ്ധം നടക്കുന്നു. തുടക്കത്തിൽ മഹാനായ അബൂ ജാബിർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്, ഷഹീദാവുകയാണ്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് കുന്തു അന്തഖി സിഹാമ ബിവജ്ഹി ദൂന വജ്ഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിലുള്ളതായിരിക്കുന്ന ഉന്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഇതിനെ കൊലപ്പെടുത്താൻ വേണ്ടി പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന വഹ്ശ് റളിയല്ലാഹു അൻഹു ജുബൈർ ഇബ്നു മുത്ഇമിന്റെ അടിമയായിരുന്നു. വഹ്ശ് റളിയല്ലാഹു അൻഹു ജുബൈർ ഇബ്നു മുത്ഇം ഉഹദ് യുദ്ധം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്റെ അടിമയായ വഹ്ശ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ അൻത ഖതൽത ഹംസത അമ്മ മുഹമ്മദിൻ ബി അമ്മി. എന്റെ എളാപ്പയെ കഥ കഴിച്ച കൊലയാളിയായ ഹംസയെ നീ കൊലപ്പെടുത്തിയാൽ ഫഅൻത അതീകുൻ, നീ അടിമത്തത്തിൽ നിന്ന് മോചിതയാണ്. മഹാനായ വഹ്ശ് റളിയല്ലാഹു അൻഹു വിഷമത്തോടെ പറയുന്നുണ്ട്, എനിക്ക് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഞാൻ ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്യാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു ഡ്യൂട്ടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകലായിരുന്നു. കുന്തു അത്തഖി സിഹാമ ബിവജ്ഹി ദൂന വജ്ഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിയുടെ ശരീരത്തിലേക്ക് അമ്പുകൾ വരുമ്പോൾ എന്റെ മുഖം കൊണ്ട് ഞാൻ തടുക്കുകയായിരുന്നു. തടുത്ത് പല അമ്പുകളും വന്നു. അവസാനം ഒരു അമ്പ് വന്നപ്പോൾ എന്റെ കണ്ണിലേക്ക് തറച്ചു. എന്റെ കൃഷ്ണമണി താഴത്തേക്ക് തൂങ്ങി നിന്നു. ഞാനാണെങ്കിലോ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്. ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. എന്റെ ഭാര്യ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷെ ഈ രൂപത്തിൽ ഞാൻ ചെന്നാൽ എന്റെ ഭാര്യ എനിക്ക് വെറുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതിനെന്തെങ്കിലും പരിഹാരം കാണണം. എന്ത് ചെയ്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തൂങ്ങുന്ന കൃഷ്ണമണി അത് അവിടെ തന്നെ ഫിറ്റ് ചെയ്യുകയാണ്. വഖൈസിഹിം വഖതാദത്തിൻ മൻ ഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സറഫാക്കപ്പെട്ട കൈ കൊണ്ട് കണ്ണ് അവിടെ തന്നെ ഫിറ്റ് ചെയ്യുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നീട് എന്റെ ജീവിതത്തിൽ മറ്റേ കണ്ണിന് അത് ചങ്ങന്ന് വരുന്ന സമയത്ത് പോലും ഈ കണ്ണിന് ചങ്ങന്ന് വരാറില്ല. കാഴ്ച ശക്തി കൂടുകയാണ് ചെയ്തത്. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്താണ്. മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന അനൗൺസ് ഇബ്ലീസ് പരത്തിയപ്പോൾ, ശത്രുക്കൾ പരത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് അതേ മുസ്ലിമീങ്ങളുടെ കൂടെ പല ഭാര്യമാരും ഹെൽപ്പിന് വേണ്ടി വന്നിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കാനല്ല, യുദ്ധത്തിൽ എന്തെങ്കിലും അത് വെട്ടേറ്റ് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാനും അവരെ പരിപാലിക്കാൻ വേണ്ടി, രോഗികൾ ശുശ്രൂഷിക്കാൻ വേണ്ടി പല ഭാര്യമാരും വന്നിരുന്നു. ഒരു ഭാര്യ ഒരു പെണ്ണ് ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ വിളി കേൾക്കുന്നു. ഇബ്ലീസാണെന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന അനൗൺസ് കേൾക്കുമ്പോൾ ഒരു പെണ്ണ് ഓടി വരുന്നുണ്ട്. ഐന ഹബീബി റസൂലുള്ളാഹ്, എന്റെ ഹബീബ് അല്ലാഹുവിന്റെ റസൂൽ എവിടെ? മുത്തുനബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് പെണ്ണ് അന്വേഷിക്കുന്നത്. പലരും കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ട്. പലരും ഈ പെണ്ണ് അന്വേഷിക്കുന്ന സമയത്ത് പെണ്ണിനോട് പറയുന്നു, അബൂക്കി, അത് നിന്റെ വാപ്പയാണ് പെണ്ണെ. മറ്റൊരു സഹോദരനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്നു, അഹൂക്ക്, അത് നിന്റെ ആങ്ങളയാണ്. ഇബ്നുക്കി,
അത് നിന്റെ മകനാണ്, അത് നിന്റെ ഭർത്താവാണ്. ഉഹദ് യുദ്ധത്തിൽ ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ബാപ്പയും ആങ്ങളയും കൊല്ലപ്പെട്ടിട്ടുണ്ട്, മകനും കൊല്ലപ്പെട്ട സഹോദരിയാണ്. ഉഹദ് യുദ്ധത്തിലേക്ക് വരുന്നുകൊണ്ട് അന്വേഷിക്കുന്നത് അയിന ഹബീബി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കാണിച്ചു കൊടുക്കുന്നു. മുത്തുനബിയെ കണ്ടപാട് മുത്തുനബിയുടെ വസ്ത്രത്തിനെ തല പിടിച്ചുകൊണ്ട് ലാ ഉബാലി ബഅദ ദാലിക ഇദാ സലിംത, തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ എന്റെ വാപ്പ കൊല്ലപ്പെട്ടത് എനിക്ക് പ്രശ്നമല്ല, എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടത് എനിക്ക് പ്രശ്നമല്ല, തങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ ഉന്നം വെച്ചിരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. മറ്റൊരു ഉന്നം ഹംസ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ബശ്ർ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, അവിടുത്തെ കരൾ പറിച്ചെടുത്തുകൊണ്ട് ഹിന്ദി എന്ന് പെണ്ണിന്റെ അടുത്ത് കൊടുക്കുകയാണ്. പിന്നീട് രണ്ടുപേരും ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഹിന്ദു മുസ്ലിമായിട്ടുണ്ട്, ബശ്ർ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിന്റെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് മുത്തുനബിക്ക് ഓർമ്മ വരുന്നു, എന്റെ എളാപ്പാനെ കൊല ചെയ്ത കൊലയാളിയാണല്ലോ വന്നിരിക്കുന്നത്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, നീ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ മെമ്പർഷിപ്പ് തരാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എങ്കിലും ഇന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ എളാപ്പയെ ഓർമ്മ വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ കൺമുമ്പിൽ നിന്ന് മുഖം മാറ്റി നിർത്താൻ, എന്റെ സദസ്സിന്റെ മുന്നിൽ നിന്ന് ബാക്കിലിരിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നീ അത് ചെയ്യണം. എനിക്ക് നിന്നെ കാണുമ്പോൾ എന്റെ എളാപ്പയെ ഓർമ്മ വരുന്നുണ്ട്. മഹാനായ ബശ്ർ റളിയല്ലാഹു അൻഹു അത് ചെയ്തു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കള്ളപ്രവാചകനായി രംഗത്ത് വന്ന മുസൈലിമത്തുൽ കദ്ദാബ് എന്ന വ്യക്തിയെ കൊല ചെയ്യാനുള്ള ഭാഗ്യം മഹാനായ ബശ്ർ റളിയല്ലാഹു അൻഹു നേടിയെടുത്തു. പിന്നീട് സമാധാനത്തിന് അവിടെ പറയുമായിരുന്നു, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഹംസ റളിയല്ലാഹു അൻഹു ഞാൻ കൊല ചെയ്തുവെങ്കിൽ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം കള്ളപ്രവാചകനായി രംഗത്ത് വന്ന മുസൈലിമയെ കൊല ചെയ്യാനുള്ള ഭാഗ്യം ഞാൻ കരസ്ഥമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കുമായിരുന്നു. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ അവയവങ്ങൾ മുറിച്ചെടുത്തു, കണ്ണ് ചൂർന്നെടുത്തു, പല അവയവങ്ങളും നഷ്ടപ്പെടുത്തി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കിയ സന്ദർഭമാണ് ഉഹദ് യുദ്ധം. ഈ ഉഹദ് യുദ്ധത്തിലാണ് സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടത്. അവിടുന്ന് ഷഹീദായ ഈ യുദ്ധത്തിലാണ്.